ഹലോ, എല്ലാവർക്കും സുഖമാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇന്നൊരു വർക്കല ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് നമുക്കിന്ന് കാണാം. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ലേറ്റായിട്ടാണ് വർക്കലയിൽ എത്തിയത്. അപ്പോൾ വർക്കലയിലെ നൈറ്റ് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ കണ്ണുകളിൽ ശ്രദ്ധയപ്പെട്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ അവിടെ സൈഡിലൊക്കെ ഈ വേസ്റ്റുകൾ വെതറിക്കിടക്കുന്നത്, ആൾക്കാർ അങ്ങ് ഇട്ടുകൊണ്ട് പോകുന്നതും മൈൻഡ്ലെസ് ആയിട്ട്. സോ അത് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഫോറിനേഴ്സ് വരുന്നത് തന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളും അതേപോലെ തന്നെ വർക്കലയുടെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ ആൾക്കാർ ഇപ്പോൾ കേരളം ഒരു സിവിക് സെൻസിൽ നമ്പർ 1 ഒക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കി കഴിയുമ്പോൾ സിവിക് സെൻസുകൾ വളരെ പൂറായിട്ടൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കിയാൽ കുറച്ചും കൂടെ മനോഹരമായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പബ്ബിലൊക്കെ നല്ല ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലെത്തി. നമ്മളെവിടെയാണ് താമസിച്ചത്, അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് അഫോർഡബിളായിട്ട് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് സുഖമായിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ ശേഷം നമ്മൾ നഗര കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ വർക്കലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പിന്നെ നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച ശേഷം രാവിലത്തെ വർക്കലയിലെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഒടുക്കത്തെ വെയിലായിരുന്നു. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട്. രാവിലെ ഒരു 10 മണിയായ ശേഷമായിരുന്നു നമ്മൾ അവിടെ എത്തിയത്. കുറഞ്ഞ് നല്ല ഉറങ്ങിപ്പോയി ചെയ്യണം, കാരണം നല്ല ഉറങ്ങിയ ശേഷമാണ് നമ്മൾ അവിടെ എത്തിയത്. പിന്നെ അവിടുത്തെ കുറച്ച് നേരം കഴിഞ്ഞ് സി ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒടുക്കത്തെ റേറ്റായിരുന്നു. നമ്മൾ കുറച്ച് നേരം കടലിലൊക്കെ കളിച്ച ശേഷം നമ്മൾ പിന്നെ പെട്ടെന്നായിട്ടുള്ള ഒരു സഡൻ ട്രിപ്പായിരുന്നു അത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.